ഗുഡ് ആഫ്റ്റർനൂൺ ഇൻ്റർനെറ്റ്. ഇന്ന് കുറേ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം, കുറേ കാലത്തില്ല, 3 ആഴ്ചത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്ന് കണ്ണൂരേക്ക് പോവാൻ. നേരത്തെ പ്ലാൻ ചെയ്താണ്, ഓരോരോ കാരണങ്ങൾ കൊണ്ടിങ്ങനെ മുടങ്ങി പോകുന്നു. അറിയാമല്ലോ, പ്ലാൻ ചെയ്തതൊന്നും നടക്കില്ലല്ലോ, എല്ലാവരുടെയും സ്വഭാവം അത് തന്നെ. അത് കണ്ട് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റൈഡ് കിട്ടിയിട്ടുണ്ട്. കണ്ണൂരേക്കാണ്, പയ്യന്നൂർ, നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ നാട്ടിലേക്കാണ്. സമയം ഇപ്പോൾ 1:34 വലിയ ചൂടൊന്നുമില്ല, ഒരു മൂടിയ അന്തരീക്ഷമാണ്. കുറേ നേരമായിട്ട് റോഡ് ഭയങ്കര മോശമാണ്. ഇപ്പോഴാണൊന്ന് ഒരു നല്ല റോഡ് കിട്ടിയത്. ഇവിടുന്ന് അങ്ങനെ തന്നെ കൊള്ളാം. പയ്യന്നൂരേക്ക് 150 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും 2-2.5-3 മണിക്കൂറും കൊണ്ട് എത്തേണ്ടതാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് പറയുന്നത് 4 മണിക്കൂർ എടുക്കുമെന്നാണ്. മിക്കവാറും റോഡിൻ്റെ കണ്ടീഷൻ മോശമായിരിക്കും. റോഡിൻ്റെ കണ്ടീഷൻ നല്ല മോശമായിരിക്കും. അതുകൊണ്ടായിരിക്കും, അറിഞ്ഞൂടാ. ഞാനിത് ഈ വഴിക്ക് പോയിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി. നോക്കാം എന്താണെങ്കിലും എന്താ അവസ്ഥ. അപ്പോൾ നമ്മൾ പനമരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പനമരം, പിന്നെ ഇരിട്ടി, പാൽച്ചുരം വഴി ഇരിട്ടി, അവിടുന്ന് പയ്യന്നൂർ, അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നോക്കാം. നമ്മളിപ്പോൾ മാനന്തവാടി കഴിഞ്ഞ് ഒരു ഉൾവഴി കൂടെ കയറി ഇതിൽ പോയിട്ട് വേണം. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടാനുണ്ട്, അപ്പോൾ ഈ വഴിക്ക് പോകാമെന്ന് വെച്ചു. വ്യൂ പോയിന്റ് ചെറിയ ചുരമാണ്. ഹെയർപിൻ നമ്പർ 5 ഔട്ട് ഓഫ് 5. 5 ഹെയർപിനേ ഉള്ളൂ. എന്താണെങ്കിലും കാലിക്കറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ്. അഞ്ചാമത്തെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അത് 4-ാമത്തെ. ഇത് 3-ാമത്തെ ഹെയർപിൻ. അങ്ങനെ ചുരം കഴിഞ്ഞു. ഒരു കുഞ്ഞു ചുരം, പക്ഷേ കുറച്ച് ദൂരമുണ്ട്. ഓഫ് കോഴ്സ് താമരശ്ശേരി ചുരത്തിൻ്റെ അത്ര വരില്ല, എന്നാലും താമരശ്ശേരി ചുരം നമ്മുടെ താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ്, പക്ഷെ എല്ലാവരും വയനാട് ചുരം എന്നാണ് പറയാറ്. ചുരം കയറി കഴിയുമ്പോൾ തൊട്ടാണ് ശരിക്കും വയനാട് ജില്ല തുടങ്ങുന്നത്. കോഴിക്കോടുകാരങ്ങനെ പലതും അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. എയർപോർട്ട്, യൂണിവേഴ്സിറ്റി. കോഴിക്കോട് എയർപോർട്ട് എന്നാണല്ലോ പറയാറ്, പക്ഷെ അത് മലപ്പുറത്ത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി, അതും മലപ്പുറത്ത്. സോ
കോഴിക്കോടുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടണ്ടേ, നല്ല ഈക്വലാവുള്ളൂ. ഓ, ഫെജിൻ്റെ വീട് ഇതിൻ്റെ അടുത്താണോ? ഓ മൈ ഗാഡ്, പുഴയൊക്കെ ഉണ്ടല്ലോ ഫെജിനെ. പറഞ്ഞ പോലെ ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ടിൻ്റെ പേരാണ് ഫെജ്. ശരി, അപ്പുറത്തെ വീട്ടിൽ പോയി അടിച്ചു മാറ്റിയല്ലേ? ഇപ്പുറത്തെ വീട്ടിൽ പോയി അടിച്ചു മാറ്റിയല്ലേ എന്ന് ഹെൽമെറ്റ്? അങ്ങനെ നമ്മൾ ഫെജിനെയും കൂട്ടി യാത്ര തുടങ്ങി. ഇതാണ് ചുങ്കംകുന്ന്, കേരളത്തിനടുത്ത്. ഇനിയും 90 കിലോമീറ്റർ പോകാനുണ്ട്. 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ ഫെജിനാണ് എന്നെ ലേറ്റ് ആക്കിയത്. 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് 2:30 ആയപ്പോൾ ഫെജിൻ്റെ അവിടെ എത്തിയതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ 4 മണിക്ക് ഇറങ്ങി. ഒരു മഴയും കിട്ടി, മഴയത്ത് പോസ്റ്റായി. സോ ചുരുക്കം പറഞ്ഞാൽ ഈ സമയത്തൊന്നും അധികം വലിയ റൈഡൊന്നും നടത്തിയില്ല. അവിടെ ഒന്ന് 2 മണിക്കൂറിനടുത്ത് ആണ് റൈഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുൾ റെസ്റ്റ്. ബാഡ്. ഒരു ഫോട്ടോ എടുത്തില്ലേ മോശം. ഓ, പൊള്ളിസ്ഥലം. കുപ്പപ്പാലം, തളിപ്പറമ്പ് കഴിഞ്ഞ് ഇതിപ്പോൾ കുപ്പപ്പാലമാണ്. ഇനി 17 കിലോമീറ്റർ കൂടി. നേരെ പോയാൽ കാസർഗോഡ് ബേക്കൽ ഫോർട്ട് കാസർഗോഡൊക്കെ പോകേണ്ടവർ നേരെ പോവുക. നമുക്ക് ഇങ്ങോട്ട് പോകാം. വാ, വേൾഡ് കപ്പ് കണ്ണൂർ ഫുട്ബോൾ ഭ്രാന്തന്മാർ. വെൽക്കം ടു കണ്ണൂർ. ഇവിടുന്ന് അങ്ങോട്ടാ? നേരെയാ? കൊള്ളാം. KCB ഇവരെയൊക്കെ പറഞ്ഞുവിടാം. ആർക്കും ക്ഷമയില്ല, ഇൻക്ലൂഡിങ് മീ. മലപ്പുറം, കോഴിക്കോട്, പിന്നെ കണ്ണൂർ. അതിലൊരു പോള് തന്നെ നടത്തേണ്ടിയിരിക്കും നമുക്ക്. ഏതാണ് ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ സ്ഥലം എന്നറിയാൻ വേണ്ടി. ഓട്ടോ ഡ്രൈവർ സ്കിൽസ്. ലെഫ്റ്റാ? ഈ വഴിയാ? അതാണ് നമ്മുടെ രാഹുലേട്ടൻ. ആ, എന്തല്ല കൊറേ കാലമായില്ലേ? അതെ,
അവിടുന്ന് ഒരു കൺഫ്യൂഷൻ വന്ന് അറിഞ്ഞൂടാ. അവിടുന്ന് ഒരു കൺഫ്യൂഷൻ വന്ന് ആ അമ്പലത്തിൻ്റെ അവിടുന്ന്. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്ന് വണ്ടി കണ്ടി അപ്പം പിന്നെ ഇങ്ങോട്ട് തന്നെ കയറ്റി.